അപ്പൊ ഞങ്ങളങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, സീക്രട്ട് ഏജന്റ് ഓൺ ഡ്യൂട്ടി കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചാക്കോച്ചന്റെ പ്രിയാമണി ബോബൻ നായകൻ, നായിക പ്രിയാമണി, ജഗദീഷ് ഉണ്ട്, പിന്നെ കുറെ പേരുണ്ട്. പിന്നെ ഡയറക്ടർ ജിത്തു അഷ്റഫ്, റൈറ്റർ ഷാഹി കബീർ. ഓക്കെ, അപ്പോൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലുള്ള ഒരു പടമാണിത്. ഫസ്റ്റ് ഹാഫ് വാസ് വെരി എൻഗേജിങ്. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് പോയി. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ക്യാരക്ടർ, ഒരു എന്താ പറയുക, ഡിമോട്ടഡ് പോലീസ് ഓഫീസർ എന്നുള്ള ഒരു സ്കീമിൽ അങ്ങേരുടെ ആ ഒരു വരവും എൻട്രി ആണെങ്കിലും അങ്ങേരെ ആ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുപോയ ഒരു മാനറിസം, ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ, പിന്നെ ആ ക്യാരക്ടർ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈവൻ ദോ ഫസ്റ്റ് ഹാഫിൽ അതിൽ റിവീൽ ആവുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിന്റെ എൻഡ് വരെ അവർക്ക് അത് വളരെ അടിപൊളിയായിട്ട് അത് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റി. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് തന്നെയാണ് അല്ലെ പടം. പിന്നെ നമുക്കെല്ലാവരും നമ്മള് ത്രില്ലർ സിനിമകളുടെ ഫാനാണ്, ഞാൻ ഒബ്വിയസ്ലി ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ രസമുണ്ട്. അതെ, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് കുറേയും കൂടി എൻഗേജിംഗ് ആയിട്ടും നല്ല കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആവുന്നുണ്ട്. പിന്നെ കുറെ നമ്മളിങ്ങനെ ഇരുന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കാണുമ്പോൾ, ത്രില്ലേഴ്സ് കാണുമ്പോൾ കുറച്ച് ലോജിക്ക് നമ്മളതിൽ അപ്ലൈ ചെയ്ത് പോവും. അൺഫോർച്ചുനേറ്റ് തിങ്, അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഔട്ട് ഓഫ് ദ ലോജിക്ക്. ഞാൻ കുറച്ച് ലോജിക്ക് ചിന്തിച്ചു ആ സമയത്ത്. അത് ഈ സിനിമക്ക് മാത്രം. നമ്മൾ ഈ ലാർജർ ദാൻ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് വരുന്ന ചിന്തിക്കാറില്ല. ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള സാധനങ്ങൾ വരുമ്പോ നമ്മളും കൂടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട. അല്ല, ഞാൻ ചിന്തിച്ചത് ഞാൻ പറയട്ടെ, കുറച്ച് പറഞ്ഞൂടെ? അല്ല, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും, കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സെക്കൻഡ് ഹാഫിലേക്ക് എന്തുകൊണ്ട്, എന്നിട്ടും എന്തിന്, അല്ല എന്നിട്ട് പിന്നെ പിടിക്കാത്തത് ഒന്ന് വേഗം പിടിച്ചുകൂടെ എന്നുള്ള ചിന്ത വരും. അങ്ങനെയുള്ള ഒരു സ്കീം സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഒരേപോലെ ഫീൽ ആയി. ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഗുഡ്, നല്ല അടിപൊളി ഫസ്റ്റ് ഹാഫ്. പിന്നെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത് മെയിൻ കോണ്ടന്റ് സെയിം സാധനം, ഡ്രഗ്സ്, റേപ്പ്, അങ്ങനത്തെ സംഭവം തന്നെയാണ്. കാരണം എല്ലാ ത്രില്ലർ സിനിമകളിലും കൂടുതൽ ആ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊരു കോമൺ സാധനങ്ങളാണ്. ഇതൊരു ഒരു മർഡറിലേക്ക് കണക്ട് ആവുന്ന കുറെ എലമെന്റുകൾ, അതൊരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അത് ബാക്കി എല്ലാ ഒരു വലിയ റാക്കറ്റിലേക്കൊക്കെ പോകണമെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്ന ഒരു സംഗതി. അതാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്കത് ഭയങ്കര രസമായിട്ട് തോന്നും, നല്ല രസമായിട്ട് എൻഗേജ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് സിനിമ. ഫസ്റ്റ് ഹാഫ് നല്ല കില്ലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചധികം കുറച്ച് എനിക്കത് സിനിമ ലെങ്ത് ഇല്ല, പക്ഷെ നമുക്കത് ഫ്രെയിം ഓരോന്നും സാധനം വന്നു പോകുമ്പോ ഇത് അതാണ് അവരെന്താ പിടിക്കാതെ ഈ പിടുത്തം. ഇപ്പൊ എന്താണെങ്കിലും കുഞ്ചാക്കോ ബോബൻ, ഞാൻ പറഞ്ഞല്ലോ, കുഞ്ചാക്കോ ബോബൻ ആ ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറിൽ ഭയങ്കര ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഞാന് ഫസ്റ്റ് എൻട്രി കണ്ടപ്പോ ഞാനത് കുഞ്ചാക്കോ ബോബൻ അല്ലെന്ന് വിചാരിച്ചു. പിന്നെ കണ്ണിന്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ഭയങ്കര കൺവിൻസിങ്. പ്രിയാമണി പിന്നെ ഈ പറഞ്ഞ പോലെ പടത്തിലുണ്ട് നായിക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ മാത്രം ഇല്ല പടത്തിനകത്ത്. പക്ഷെ അന്നും ഇന്നും പ്രിയാമണി നല്ല അടിപൊളി ലുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെർഫോമൻസ് ഉള്ളത് കുഞ്ചാക്കോ ബോബനും വിശാഖ് നായർ. വിശാഖ് നായർ നല്ലൊരു വില്ലൻ മെറ്റീരിയൽ ആണ്, നല്ലല്ലേ ഒരു പക്ഷെ അങ്ങനെ എന്ത് ചെയ്ത് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോവരുത്. വിശാഖ് നായരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാതിക്ക് ഒരു ഇന്റർനാഷണൽ നടന്മാരുടെ ലുക്കും സൗണ്ടും അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും. അങ്ങനെയുള്ള ഒരു മുതലാണ് നമ്മൾ കുപ്പിയായിട്ട് കണ്ടെങ്കിലും ഇപ്പൊ പല പല വേഷങ്ങളിലും കാണുമ്പോൾ വിശാഖ് നായരുടെ ഒരു പൊട്ടൻഷ്യൽ ഇനിയും കമ്മിങ് ഇയേഴ്സ് ഒരു ഭയങ്കര ബ്രേക്കിംഗ് തരാൻ മാത്രം, അല്ലെങ്കിൽ ഭയങ്കര ബമ്പർ തരാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ഇയാൾ എന്നുള്ളത്. അത് മലയാളത്തിന് മാത്രമല്ല കേട്ടോ, ഈ ചങ്ങായി ചിലപ്പോ ഹോളിവുഡ് വരെയൊക്കെ എത്തും. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ശരിക്കും ബോഡി ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആ ഒരു ക്യാരക്ടറിന്റെ റോളിന് കറക്റ്റ് ചെയ്യും. ജഗദീഷ് പിന്നെ ആസ് യൂഷ്വൽ സാഡ് അച്ഛൻ ഇതിനകത്ത് സാഡ് തന്ത. ജഗദീഷ് ഇപ്പൊ കുറെ അതേപോലെ വരുന്നുണ്ടല്ലേ, ഭയങ്കരമായിട്ട് അതിലിങ്ങനെ പോകുന്നുണ്ട്. അങ്ങേരുടെ നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. എല്ലാരും വിളിച്ചിട്ട് അങ്ങേരെ അത് ചെയ്യുന്നു, നമ്മളത് കാണുന്നു. അങ്ങേര് ഇനി എന്ത് കൊടുത്താലും അങ്ങേര് ചെയ്യും. അതുകൊണ്ട് അയാൾ നന്നായിട്ട് ചെയ്തു. റംസാൻ, ഞാൻ കഴിഞ്ഞ മൂവി റംസാനെ കണ്ട സമയത്ത് തന്നെ പറയണ്ടായിരുന്നു, റംസാൻ ഒരു കിടിലൻ പെർഫോമറാണ്. റംസാനെ നമുക്ക് റൈഫിൾ ക്ലബ്ബിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു യങ് സ്റ്റാർ തന്നെയാണ് റംസാൻ. ഇതില് റംസാന് കിട്ടിയ ഭാഗങ്ങൾ റംസാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അറഗൻ സാധനം റംസാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ നമുക്കറിയാവുന്നൊരു കാസ്റ്റില്. പിന്നെ കുറെ പേരുണ്ട് ഇതിനകത്ത്.
സോ കംപ്ലീറ്റ് സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് കുഞ്ചാക്കോ ബോബൻ ആണ്. കുഞ്ചാക്കോ ബോബൻ പോലീസ് ഓഫീസർ, ഫാമിലി, പിന്നെ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങൾ, ഈ മൂഡാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈ തന്നത് ഇതിന്റെ ഒരു മ്യൂസിക്കിന്റെ പോർഷനാണ്. മ്യൂസിക്കിന്റെ പോർഷൻ, മ്യൂസിക് ചില സമയത്തൊക്കെ നമുക്ക് പടത്തിൽ ഒന്നുമില്ലായ്മ ഫീൽ ചെയ്യുന്ന സമയത്ത് പോലും ജയ്ക്ക് ബിജോയ്ക്ക് അത് മ്യൂസിക് വെച്ച് കവർ ചെയ്യാൻ പറ്റിയ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അയ്യോ ഇത് അങ്ങനത്തെ ഒരു മ്യൂസിക് ആണല്ലോ എന്നൊക്കെ പെട്ടെന്ന് വിചാരിക്കും. വന്നിട്ടുണ്ട്. കാരണം ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മ്യൂസിക് കൊടുക്കാന്നല്ലോ. സിനിമാറ്റോഗ്രാഫി റോബി വർഗീസ് രാജ് കൊള്ളാം അല്ലേ. സിനിമാറ്റോഗ്രാഫി ചില ഫ്രെയിമൊക്കെ നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ് കേട്ടോ. ചില ഫ്രെയിമൊക്കെ ഭയങ്കര രസമുണ്ട്. എവിടെയാണ് എനിക്ക് ഒന്നും കേട്ടോ സിനിമ ഇരുന്ന പോലെ ഫീൽ ആയെന്ന് വെച്ചെങ്കിൽ ഫൈറ്റ് സീക്വൻസ് രാത്രി വരുന്ന സമയത്ത് അത് ഭയങ്കര ഡാർക്കായി പോയി. അതൊരു മേജർ സാധനമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര, ഞങ്ങൾ കണ്ടത് PVR-ലാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര ഡാർക്ക് അടിച്ച ആ സാധനം. അതൊരു എന്താ പറയാ സിനിമയുടെ ഏറ്റവും പ്രൈം വൈറ്റൽ സാധനത്തിലാണ്, ഫൈറ്റിലാണ് ഈ ഡാർക്ക് അടിച്ച പോലെ എനിക്ക് പുകയല്ല ഡാർക്ക് കാരണം മനസ്സിലാവണില്ല എവിടെ ഇടിക്കുന്നത് എവിടെ തട്ടുന്നത് ഒന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു സംഗതി. അത് എനിക്ക് ഈ വയലൻസിന്റെ റേഞ്ച് കവർ ചെയ്യാൻ വേണ്ടിട്ട് അല്ല അത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വയലൻസ് കണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അതൊന്നും അധികം കാണിക്കാത്തതുകൊണ്ട് ഞാനതിങ്ങനെ കണ്ടിരുന്നു. ആണോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് അങ്ങനെ ഡാർക്ക് അടിച്ചു, ആകെ ഡാർക്ക് അടിച്ചു പോയി. ഞാനിങ്ങനെ ഡാർക്ക് അടിച്ചില്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ആ കുഞ്ചാക്കോ ബോബന്റെ വിശാഖ് നായറിനൊക്കെ ഫൈറ്റ്, പിന്നെ അതിലുള്ള ആ ഒരു ലേഡി അവരുടെ ഫൈറ്റ് നമുക്ക് കാണായിരുന്നു. വയലൻസ് ആണെങ്കിൽ അങ്ങനെ കണ്ണടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണു കുത്തിയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് കുറച്ച് ഇരുട്ടായുണ്ട്, അത് എനിക്കൊരു ഉപകാരമായി. എനിക്ക് കാണണ്ടേ വന്നില്ല. പിന്നെ അതേപോലെ കുട്ടീന്റെ അഭിനയം, കുട്ടി നന്നായിട്ട് രസം ചെയ്തു. കറന്റ്ലി നടക്കുന്ന കുറെ സോഷ്യൽ റെലവന്റ് ഇഷ്യൂസിന്റെ മുകളിൽ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. കഥയിൽ വലിയ സംഗതി ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ മാത്രമുള്ള, അത് ട്വിസ്റ്റഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്, വെരി എൻഗേജിങ്. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയ ഗ്രാഫ് എന്ന് പറഞ്ഞ് പോകുന്നൊരു സെക്കൻഡ് ഹാഫ് ആയിപ്പോയി. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ത്രില്ലർ അല്ലേ, ആവറേജ് ത്രില്ലർ. ഫസ്റ്റ് ഹാഫിന്റെ സംഭവം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫിലേക്കും കൂടി എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് രണ്ട് എലമെന്റ്സുകൾ ഈ കണ്ടിന്യൂ ചെയ്ത് ഒരേ സാധനങ്ങൾ തന്നെ സെക്കൻഡ് ഹാഫിൽ വന്നുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി. അല്ല ഞാൻ പറഞ്ഞ ആ സാധനം ആ എൻഗേജ്ഡ് ആയിട്ടുള്ള സംഭവം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫിൽ ഉണ്ടെങ്കിൽ പടം ഒന്നും കൂടി ഉഷാറായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇത് മനസ്സിലായി, ഇനിയിപ്പോ നമ്മള് നോർമൽ ആയിട്ട് ഇങ്ങനെ സിനിമ കാണാന്നുള്ള ആവറേജ് സാധനമാണ്. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ എനിക്ക് ഞാൻ നിങ്ങളെന്ന് പറയുന്നില്ല, നമുക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ആസ് എ ത്രില്ലർ. പക്ഷേ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ കണ്ടിരിക്കാം. അല്ല ഇതിന്റെ എന്താ പറയാ മേക്കിങ്ങും ഇവിടുത്തെ ക്വാളിറ്റിയും കാര്യങ്ങളും കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ കൊണ്ടുപോയതൊക്കെ വെച്ച് നോക്കുമ്പോ ഓക്കെയാണ്. സോ ഫോർ മീ an ആവറേജ് ത്രില്ലർ, ആവറേജ് മൂവി. നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു വൺ ടൈം അല്ലേ, വൺ ടൈം ഡെഫിനറ്റ് വർത്ത് ആണ്, വൺ ടൈം വാച്ചിങ്. സോ എന്താണെങ്കിലും അല്ലെ കയറി കണ്ടോ. ഇന്ന് ഒന്ന് രണ്ട് പടങ്ങൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ണിയുടെ പടം ഇറങ്ങിയിട്ടല്ലേ, ഉണ്ണിക്കുട്ടന്റെ പടം ഉണ്ട്, ഉണ്ണിക്കുട്ടന്റെ പടം ഞങ്ങൾ കാണും, നമ്മള് കാണും, അങ്ങയുടെ വർക്ക് അങ്ങനെ എന്നാലും നമ്മൾ കാണും. അപ്പോ ഇപ്പൊ ഈ പടം ഞാൻ പറഞ്ഞല്ലോ വൺ ടൈം ആണ്, ആവറേജ് ആണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത്, സെക്കൻഡ് ഹാഫ് നോർമൽ ആവറേജ് മൂവി. എന്താണെങ്കിലും കണ്ടോ അല്ലെ, കയറി കണ്ടോ. കാരണം ഒരു വട്ടം കാണാനുള്ള മുതൽ. കുഞ്ചാക്കോ നല്ല അടിപൊളിയായിട്ട് ആ പോലീസ് ഓഫീസറിന്റെ റോള് ഒരു സീരിയസ് റോള് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് മനസ്സിലാവല്ലോ, ഓഫീസറാണല്ലോ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. പിന്നെ പ്രിയാമണി നല്ല സുന്ദരിയാണ് എന്തായാലും. ശരി, ഓക്കെ, ബൈ.